നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട അശ്ലീലത നിറഞ്ഞൊരു നേതാവാണ് പിണറായി വിജയൻ. അശ്ലീലത പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട സദാചാര മൂല്യമുള്ള പ്രവർത്തനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ എല്ലാം തന്നെയാണ് അശ്ലീലത നിറഞ്ഞ നേതാക്കന്മാരെന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടിയും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും സത്യസന്ധമായി പ്രവർത്തിക്കുന്നു എന്നാണ്. എന്നാൽ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും അതേപോലെ മാഫിയ പ്രവർത്തനങ്ങളും കൊണ്ട് കേരളത്തെ സമ്പുഷ്ടമാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ. കേരളം എന്ന സംസ്ഥാനം ഇത്രയും മോശമായ സ്ഥിതിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് കൈമാറുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 1 ലക്ഷം കോടിയാണ്. എന്നാൽ ഇന്ന് 4,67,000 കോടി രൂപയാണ് കടമായി നിൽക്കുന്നത്. ഈ കടം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ധൂർത്തിൻ്റെയും അഴിമതിയുടെയും പര്യായമാണ്. ആവശ്യമില്ലാതെ കടമെടുക്കുന്നു, കിഫ്ബി വഴി കടമെടുക്കുന്നു, മറ്റു വഴികളിലൂടെ കടമെടുക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടാവുന്ന വഴികളിലെല്ലാം കടമെടുക്കുന്നു. അങ്ങനെ കടമെടുത്ത് ഇവിടെ എല്ലാ തരത്തിലും ധൂർത്തടിക്കുകയാണ് പിണറായി വിജയൻ. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നടന്ന നവകേരള യാത്രാ ധൂർത്ത് എത്ര കോടികളാണ് ചെലവഴിച്ചത്. എന്തിനായിരുന്നു നവകേരള യാത്ര നടത്തിയത്? നവകേരള യാത്രയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് മന്ത്രിമാരെയും കൊണ്ട് എല്ലാ സ്ഥലത്തും പോയി അവിടെയുള്ള ധനാഢ്യന്മാരായ ബിസിനസ്സുകാരെയും കോടീശ്വരന്മാരെയും കണ്ട് അവരുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി അവർക്ക് പ്രശ്നങ്ങളുടെ നേരിട്ട് സംസാരിച്ച് തീർത്ത് കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അതുവഴി നാട് ചുറ്റുക, അവിടെയെല്ലാ പ്രദേശങ്ങളും കാണുക എന്നുള്ളതാണ്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ അവിടെ ക്യൂ നിന്ന് പിണറായിയെ നേരിട്ട് കാണാതെ, മന്ത്രിമാരെ നേരിട്ട് കാണാതെ പരാതികൾ സമർപ്പിക്കുകയും ഇതിനുള്ള പണം ആരാണ് എടുത്തത്? പൊതുമേഖലയിൽ നിന്നുള്ള പണം തന്നെയാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ എവിടെ നിന്നും പണം കൊണ്ടുവന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പണം, നികുതി അടച്ച പണം, ജനങ്ങളുടെ പണമാണ് ചെലവഴിച്ചത്. ഇതുപോലെയുള്ള കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിഞ്ഞാടുമ്പോൾ കേരളം എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ ഇത്തരത്തിലുള്ള കടമെടുത്ത പണമെല്ലാം ഇവിടെ ഇത്തരം കാര്യങ്ങൾക്കാണ് പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഖജനാവിൽ പണമില്ല. നമുക്കറിയാം, ഖജനാവ് കാലിയാണ്. പെൻഷൻ കൊടുക്കാൻ കയ്യിൽ കാശില്ല എന്ന് നിലവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ഖജനാവിൽ നിന്ന് പണമില്ലാത്തതുകൊണ്ട് വാർദ്ധക്യകാല പെൻഷൻ മാത്രമല്ല, സ്ത്രീകളുടെ പെൻഷൻ, അതേപോലെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന മറ്റുള്ള പെൻഷനുകളും എല്ലാം നിലച്ചിരിക്കുകയാണ്. ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്ത വറുതിയിലാണ്. വിലക്കയറ്റം അതിൻ്റെ എല്ലാ പാരമ്യതയിലും എത്തിയിരിക്കുകയാണ്. എന്നാൽ പിണറായി വിജയന് എല്ലാ തരത്തിലും അമേരിക്കയിൽ പോകാൻ ചികിത്സയ്ക്കുള്ള പണം, ഇവിടെ തൻ്റെ സ്വന്തം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് നവീകരിക്കാനുള്ള പണം, നീന്തൽക്കുളം ഉണ്ടാക്കാനുള്ള പണം, അതേപോലെ അവിടെ ലിഫ്റ്റ് പൊക്കാനുള്ള പണം, പശുത്തൊഴുത്ത് ഉണ്ടാക്കാനുള്ള പണം, ഇങ്ങനെ അതേപോലെ ആ ക്ലിഫ് ഹൗസ് നവീകരിക്കാനുള്ള കോടികൾ, ഈ രൂപത്തിൽ കോടാനുകോടി രൂപയാണ് അദ്ദേഹം തുലച്ചുകൊണ്ടിരിക്കുന്നത്. ആ തുലച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പിണറായി വിജയൻ നടത്തുന്ന അഴിമതികളെക്കുറിച്ചുള്ള വാർത്തകൾ ദിവസേന വരുന്നത്. അദ്ദേഹം എല്ലാ മേഖലകളിൽ നിന്നും കട്ടുമുടിച്ച് ഏകദേശം 25,000 കോടി രൂപയിൽ മേലെ കള്ളപ്പണം ഉണ്ടാക്കി വിദേശങ്ങളിലെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിട്ട് കുറേ കാലമായി. ക്രൈമാണ് അത് പുറത്തുവിട്ടത്. പിണങ്ങാണ്ടി എന്ന് പറയുന്ന ദൈവത്തെ കേരളത്തിൽ വിശ്വരൂപത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഞാൻ മാന്യനാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം ഇപ്പുറത്തുകൂടെ എന്താ ചെയ്യുന്നത്? മോഷ്ടിക്കുകയാണ്. ലാവ്ലിൻ കേസിൽ നിന്ന് തുടങ്ങിയതാണ് ഈ മോഷണം. 2005 ഫെബ്രുവരി 2 ക്രൈമാണ് അത് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അന്ന് പിണറായി വിജയൻ 2 കോടി രൂപ ആദ്യം 1996 മെയ് മാസത്തിൽ ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന എസൻസി ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരിൽ നിന്നും വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം അഴിമതിക്ക് തുടക്കമിടുന്നത്. എന്നിട്ടോ ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം ഏറ്റെടുത്ത് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ വിദ്യുത് ശക്തി പദ്ധതികൾ എല്ലാ തരത്തിലും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാമെന്നിരിക്കെ 100 കോടിക്ക് പൂർത്തീകരിക്കാമെന്നിരിക്കെ അദ്ദേഹം 278 കോടി രൂപയ്ക്ക് എഗ്രിമെൻ്റ് കൊടുത്തു. അങ്ങനെ 178 കോടി രൂപ അതിൽ നഷ്ടമായി. ഈ പണം അദ്ദേഹം വീതിച്ചെടുക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട പണം കനേഡിയൻ ഗവൺമെൻറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 98.3 കോടി രൂപയിൽ 75 കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് ചെന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തിയിട്ടുള്ള പിണറായി വിജയൻ
പിന്നെ നായ നക്കിയാലും നായ കടലിൽ പോയാലും നക്കിയെ കുടിക്കൂ എന്ന് പറയുന്ന രൂപത്തിലാണ് എന്നും എത്ര തന്നെ പണം തട്ടിപ്പ് നടത്തി ഉണ്ടാക്കിയെടുത്താലും തൻ്റെ മകൾ നടത്തിയിട്ടുള്ള മാസപ്പടി വിവാദത്തിൽ, പിണറായി വിജയൻ നേരിട്ട് നടത്തിയിട്ടുള്ള മാസപ്പടി വിവാദത്തിൽ കരിമണൽ ലോബി കർത്തയിൽ നിന്നും ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തട്ടിയെടുത്തിട്ടുള്ള കോടികൾ പലതരത്തിൽ തട്ടിയെടുത്തു. അത് മകളുടെ പേരിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 1.72 കോടി രൂപയാണ് തട്ടിയെടുത്തത്. യാതൊരു സേവനവും നൽകാതെയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് രേഖകളിൽ നിന്നും കോടതി വിധികളിൽ നിന്നും തെളിഞ്ഞു. പിണറായി വിജയൻ 135 കോടി രൂപയാണ് മൊത്തം കരിമണൽ കടത്ത പലർക്കും ഇതുപോലുള്ള ഭീഷണികൾക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നത്. അതിൽ 90 കോടി രൂപയും പിണറായി വിജയനാണ് തട്ടിയെടുത്തത്. അതിൽ 25 കോടി രൂപ ആദ്യം നമ്മുടെ ജയരാജനാണ് തട്ടിയെടുത്തതെങ്കിൽ പിണറായി വിജയൻ്റെ പേരിൽ തട്ടിയതെങ്കിൽ ഇത് മനസ്സിലാക്കി കൃത്യമായ ധാരണ ഉണ്ടാക്കി കോടാനുകോടി രൂപയാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് ഇഷ്ടം പോലെ അവിടെ മണൽ തുറന്നെടുത്ത് അവിടെ കംപ്ലീറ്റ് കരിമണൽ ഏറ്റെടുക്കാൻ ആലപ്പുഴയിലെ തീരങ്ങളിൽ ഉപയോഗപ്പെടുത്തി. അവിടെ കടൽ കയറിക്കഴിഞ്ഞാൽ കുട്ടനാടടക്കം വെള്ളത്തിനടിയിൽ പോകുമെന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പിണറായി വിജയൻ എല്ലാ സൗകര്യങ്ങളോടും പോലീസ് സംവിധാനത്തോടു കൂടി അവിടെ നിന്ന് തുറന്നെടുത്തത്. JCB ഉപയോഗിച്ച് എടുത്തിരുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനിയുടെ 13.1% ഏകദേശം 1 കോടി രൂപയ്ക്ക് തുല്യമായ വിലയുള്ള ഷെയർ ആർക്കുണ്ട്? KSIDCക്കുണ്ട്. ഈ KSIDC അടക്കമുള്ളവർക്കെതിരെയാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. ഈ കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അറിയാം ഇത് കേസ് മുന്നോട്ട് പോയാൽ തൻ്റെ മകളെ ആദ്യം അറസ്റ്റ് ചെയ്യുമെന്നുള്ളത്. ആദ്യം മകളെ അറസ്റ്റ് ചെയ്യും, പിന്നെ ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സന്ദർഭത്തിൽ ആദ്യം മകളെ അറസ്റ്റ് ചെയ്ത്, പിന്നെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത്, പിന്നെ മകനെ അറസ്റ്റ് ചെയ്ത്, അങ്ങനെയൊരു കാര്യം കാണാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവനാണ് മകളെ എത്ര തട്ടിപ്പുകാരിയാക്കാൻ പറ്റുമോ അത്രയും പിണറായി വിജയൻ തട്ടിപ്പുകാരിയാക്കി. പക്ഷേ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുകയാണ് പിണറായി വിജയൻ ഈ മകളാണ് പിണറായി വിജയൻ ഇത്രയും വലിയ അഴിമതിക്കാരനും തട്ടിപ്പുകാരനുമാക്കിയത്. അപ്പോൾ KSIDC ഉൾപ്പെട്ട കേസിൽ വൈദ്യനാഥ് എന്ന് പറയുന്ന നമ്മുടെ അയോധ്യയ്ക്ക് വേണ്ടി കേസ് ഏറ്റെടുത്തിട്ടുള്ള, അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി കേസ് ഏറ്റെടുത്തുള്ള, ആ കർമ്മസമിതിക്ക് വേണ്ടി കേസ് ഏറ്റെടുത്തുള്ള CS വൈദ്യനാഥനാണ് ഇപ്പോൾ പിണറായി വിജയന് കേസ് വാദിക്കാൻ എത്തിയിരിക്കുന്നത്. ഒരു ദിവസം വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുത്തതിന്, ഹൈക്കോടതിയുള്ള കേസിൽ പങ്കെടുത്തതിന് 25 ലക്ഷം രൂപയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 5 ലക്ഷം രൂപ മറ്റു ക്രമീകരണങ്ങൾ നടത്താൻ ചെലവ് ഇനത്തിലും. ഒരു തവണ വീഡിയോ കോൺഫറൻസിന് വേണ്ടി 25 ലക്ഷം ചിലവായാൽ അദ്ദേഹം എത്ര തവണ ഇതേപോലെ വീഡിയോ കോൺഫറൻസിലൂടെ ചിലവാകും? കോടാനുകോടി രൂപ ചെറിഞ്ഞിട്ടാണ് 1.72 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയുന്ന കേസിൽ, മകൾ വാങ്ങിയെന്ന് പറയുന്ന കേസിൽ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ CS വൈദ്യനാഥനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കേസിൽ തോറ്റു കഴിഞ്ഞാൽ അറിയാം പിണറായി വിജയൻ്റെ മകളകത്താണ്, പിണറായി വിജയനും അകത്താണ്. അതായത് സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി അടയ്ക്കുന്ന പണം ഉപയോഗിച്ചിട്ടാണ് കോടാനുകോടി തട്ടിപ്പ് നടത്തി പണമുണ്ടാക്കിയിട്ടുള്ള പിണറായി വിജയൻ ഈ കേസ് നടത്താൻ വേണ്ടി ചെലവാക്കുന്നത് എന്ന് സാധാരണ കമ്മികൾക്കറിയാമോ? സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കറിയാമോ? പിണറായി വിജയൻ എന്ന തട്ടിപ്പുകാരൻ നടത്തുന്ന തട്ടിപ്പുകളുടെ യഥാർത്ഥ രൂപമാണ് ഈ കേസ്. അതായത് കടലിൽ പോയാൽ, നടുക്കടലിൽ പോയാലും നക്കിയേ കുടിക്കൂ. കാരണം കോടാനുകോടി രൂപ തട്ടിയെടുത്ത പണം കയ്യിലുണ്ടായിട്ടും ആ പണം ഉപയോഗിച്ച് നല്ല അഡ്വക്കേറ്റ്മാരെ ഉപയോഗിക്കാമെന്നിരിക്കെ പകരം ഗവൺമെൻറ് പണമാണ് പിണറായി വിജയൻ ഉപയോഗിക്കുന്നത്. ഇത് നോക്കണം, ഒറ്റ തവണയ്ക്കാണ് 25 ലക്ഷം രൂപ എന്ന് ഓർക്കണം. ഇനി എത്ര തവണ കിടക്കാൻ പോകുന്നു? ഇതൊന്നും പിണറായി വിജയന് പ്രശ്നമേ അല്ല. നടു റോഡിലിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവ് പട്ടികളെ പോലെ ഗുണ്ടകളെ ഉപയോഗിച്ച് പിണറായി വിജയൻ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചപ്പോൾ, ഗൺമാൻ അടിച്ച് പരിക്കേൽപ്പിച്ചപ്പോൾ ഇതുവരെ കണ്ടില്ല, ഞാൻ അറിയില്ല എന്ന് പറയുന്ന കുരുടനും കണ്ണുപൊട്ടനും അതേപോലെ ചെവിട് പൊട്ടനുമാണ് പിണറായി വിജയൻ എന്ന് സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് കള്ളത്തരം വിളിച്ചു പറയാൻ യാതൊരു എളുപ്പമില്ലാത്ത പിണറായി വിജയന് സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഖജനാവിലെ പണം, അതായത് സാധാരണക്കാർ നികുതി അടച്ച പണം ഉപയോഗിക്കണമെന്ന് എന്താണ് വാശി? അത് വാശിയാണ്. കാരണം
ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നല്ലേ പഠിക്കുക. അതായത് കുട്ടിപ്രായം മുതൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുള്ള പണം ഉപയോഗിച്ച ശീലമാണ് പിണറായി വിജയന്. സ്വന്തം പോക്കറ്റിൽ നിറഞ്ഞു നിന്നിട്ടും ആ പണം ഉപയോഗിക്കാതെയാണ് ഇത്തരത്തിൽ KSIDCക്ക് വേണ്ടി കേരളത്തിൽ അഡ്വക്കേറ്റ് ജനറൽമാരും DGPമാരും ഉണ്ടായിട്ടും എല്ലാ തരത്തിലും സൗകര്യങ്ങളുണ്ടായിട്ടും അവർ പ്രഗത്ഭന്മാരായിട്ടും അവരെല്ലാം മാറ്റി നിർത്തി നേരെ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അതേ അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള അവിടെ രാംലല്ലയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള കേസ് വാദിക്കുന്ന CS വൈദ്യനാഥനെ തന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? അമിത്ഷായുടെയും അതേപോലെ നമ്മുടെ നരേന്ദ്രമോദിജിയുടെയും എല്ലാം അനുകമ്പ നേടാൻ വേണ്ടിയാണ്. തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ, മകളെ എങ്ങനെയും രക്ഷപ്പെടുത്തണേ, ഞാൻ എന്ത് വേണമെങ്കിലും കാൽക്കൽ വീണ് ചെയ്യാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പിണറായി വിജയനുമായി യാതൊരു ബന്ധവുമില്ലാത്ത പരിപാടികൾക്ക് വന്നപ്പോൾ എയർപോർട്ടിൽ പോയി തൊഴുത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടതെന്നാണ്. എങ്ങനെയും രക്ഷിക്കണേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം അതുവരെ പിണറായി വിജയൻ നരേന്ദ്രമോദിയെയും അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റെയും അതേപോലെ ആരിഫ് മുഹമ്മദ് ഖാനെയും പച്ചത്തറി പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ നാടകമാണ്. പിണറായി വിജയൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ലാസ്റ്റ് പറയുന്നത് കേൾക്കുന്നത് 3 സീറ്റുകളിൽ എന്തായാലും ഞാൻ വിജയിപ്പിക്കും, 6 സീറ്റുകളിൽ പരിശ്രമിക്കാം എന്നാണ്, ലോകസഭാ സീറ്റിൽ പരിശ്രമിക്കാം എന്നുള്ള വാക്ക് കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഇത്തരത്തിൽ അമ്മാനമാടുന്ന പിണറായി വിജയൻ പോക്കറ്റിൽ കോടാനുകോടി വെച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. സാധാരണക്കാർ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെപ്പറ്റി എന്ത് പറയാനാണ്? മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണ അണികൾക്കറിയാം പിണറായി വിജയൻ കള്ളനാണെന്നുള്ളത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള അനുകമ്പ കൊണ്ടും അതിനോടുള്ള അടുപ്പം കൊണ്ടും ചോരയിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടി തിളങ്ങി നിൽക്കുന്ന ഇത്തരം പാവപ്പെട്ടവർക്ക് പിണറായി വിജയനെതിരെ ഒരു അക്ഷരം മിണ്ടാനുള്ള ശക്തിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ശക്തി ഉണ്ടായേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം നമ്മയെല്ലാം വിറ്റ് പൈസയാക്കിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയെ മറയാക്കിയാണ് പിണറായി വിജയൻ ഈ തട്ടിപ്പുകളെല്ലാം നടത്തുന്നതെന്ന് നമുക്ക് ബോധം വേണം. കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ തലവനാണ് പിണറായി വിജയൻ എന്ന് തെളിവുകൾ കൊണ്ട് തന്നെ പുറത്തു വന്നുള്ള കാര്യമാണ്. ആ മാഫിയ തലവനെ ഇനിയും മാർക്സിസ്റ്റ് പാർട്ടി അണികൾ ഇനിയും തലയിൽ വെച്ച് കൊണ്ടു നടക്കണോ എന്നുള്ളതാണ് ചോദ്യം. നന്ദി, നമസ്കാരം.